ഐ ഡ്രോപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എർത്ത്, മൂൺ ആൻഡ് ദ സൺ എന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നന്നായിട്ട് എർത്തിന്റെ റൊട്ടേഷൻ പഠിച്ചു. അതുപോലെ ഡേ ആൻഡ് നൈറ്റ് വരുന്നതും സണ്ണ് റൊട്ടേറ്റ് ചെയ്യുന്നില്ല, പകരം ആരാണ് എർത്താണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്നും ഒക്കെ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റി ഒക്കെ കണ്ടു. ഇനി നമുക്ക് കുറച്ച് ഫാസിനേറ്റിംഗ് ഫാക്റ്റ് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടം വരെയാണ് പഠിച്ചു നിർത്തിയത്. അപ്പോൾ ആദ്യത്തെ ഫാസിനേറ്റിംഗ് ഫാക്ട് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക, എന്താണ് ആസ്ട്രോ ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആകാശമൊക്കെ നിരീക്ഷിച്ച് ഫോട്ടോ എടുക്കുന്നത്, അതായത് ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അതെന്താണ്, ക്യാമറ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ലോങ് ടൈം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഷട്ടർ ഓപ്പൺ ചെയ്തിട്ടാണ് അവരിങ്ങനെ ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഫോട്ടോഗ്രാഫാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് എന്താണെന്ന് അറിയാമോ? സ്റ്റാർസ് മൂവ് ചെയ്യുന്ന ഒരു സർക്കിളാണ്, ആർക്ക് ഓഫ് സർക്കിൾ ആണ് കാണുന്നത്. സ്റ്റാർസ് സത്യത്തിൽ മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ. പകരം ആരാണ് മൂവ് ചെയ്യുന്നത്? എർത്ത് മൂവ് ചെയ്യുന്നത് കൊണ്ട് സ്റ്റാർസ് മൂവ് ചെയ്യുന്നതായിട്ട് ഓരോ ടൈമിൽ ഇങ്ങനെ മാറുന്നതായിട്ട് നമുക്ക് തോന്നുന്നതാണ്. ക്ലിയർ? ഇനി മറ്റൊരു ഫാസിനേറ്റിംഗ് ഫാക്ട് നമുക്ക് നോക്കിയാൽ, ആൻഷ്യൻ ഇന്ത്യൻ ആസ്ട്രോണമേഴ്സ്, അതായത് നമ്മുടെ ആര്യഭട്ട പോലെയുള്ള, ആര്യഭട്ട ആരാണ്? ഫേമസ് മാത്തമാറ്റീഷ്യനും ആസ്ട്രോണമേഴ്സും ആണ്. അവരെങ്ങനെ ഡെയിലി എന്താണ് ഈ ഒരു മോഷൻ ശ്രദ്ധിക്കുമായിരുന്നു. എന്തിൻ്റെ മോഷൻ? സണ്ണ്, മൂണ്, പ്ലാനറ്റ്, സ്റ്റാർസ്, ഇതിൻ്റെയൊക്കെ മോഷൻ ശ്രദ്ധിക്കുമായിരുന്നു. ആര്യഭട്ട ആണെങ്കിൽ അദ്ദേഹം എഴുതിയ ആര്യഭട്ടിയ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ, അത് അറൌണ്ട് 5th century CE ആണ്. അപ്പം അത്രയും വർഷങ്ങൾക്ക് മുന്നേ തന്നെ അദ്ദേഹം എന്താണ് എഴുതി വെച്ചിരുന്നത്? ദ അപ്പാരന്റ് മോഷൻ ഓഫ് സ്റ്റാർസിന്റെ മോഷൻ എന്തുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത്? ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് എന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു ഗ്രന്ഥത്തിൽ എഴുതിയിരുന്നു. ഓക്കെ, അതായത് ജസ്റ്റ് ആസ് എ മാൻ ഇൻ ദ ബോട്ട്, അതായത് ഒരു ബോട്ടിൽ ഒരു മാൻ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ അതിന് ചുറ്റുമുള്ള സ്റ്റേഷനറി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാത്ത ഒബ്ജക്റ്റ്, അതായത് മരങ്ങൾ, ബിൽഡിങ്, ഇതൊക്കെ ഇല്ലേ, അതൊക്കെ പുറകോട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നില്ലേ? അതുപോലെ തന്നെയാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് ചുറ്റുമുള്ള സ്റ്റാർസ് പോലെയുള്ള സ്റ്റേഷനറി ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. കണ്ടോ, മുന്നേ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? ഇവിടെ രണ്ട് കുട്ടികളുടെ ഡൗട്ട് നമുക്ക് നോക്കാം. ഇവിടെ എന്താണ് പറയുന്നത്? ഐ ഹാവ് സീൻ ദാറ്റ് ദ സ്റ്റാർസ് ആൻഡ് കോൺസ്റ്റലേഷൻ ദാറ്റ് അപ്പിയേഴ്സ് ഇൻ ദ ഈസ്റ്റ് അറ്റ് സൺസെറ്റ് ചേഞ്ച് ഡ്യൂറിങ് ഡിഫറെന്റ് മന്ത്. ഡിഫറെന്റ് മാസത്തിൽ നമ്മൾ കാണുന്ന ആ ഒരു സ്റ്റാർസും കോൺസ്റ്റലേഷനും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതേസമയം ഈ കുട്ടി എന്താ പറയുന്നത്? യെസ് ആണ്, ശരിയാണല്ലേ, നമുക്ക് ഡിഫറെന്റ് മാസം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റാർസ് ആണ് കാണുന്നത്. മേ ബി that this is why we were told to look for certain stars and constellation at certain times of the year in grade 6. നമ്മൾ ഗ്രേഡ് 6ൽ പഠിച്ചിട്ടുണ്ടല്ലേ, ചില വർഷങ്ങളിൽ ചില ടൈപ്പ് ഓഫ് സ്റ്റാർസിനെ നമുക്ക് കാണാൻ സാധിക്കും, ചില കോൺസ്റ്റലേഷൻസ് കാണാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഇതിന് കാരണം? വൈ ഡു ഡിഫറെന്റ് സ്റ്റാർസ് അപ്പിയേഴ്സ് ഇൻ ദ നൈറ്റ് സ്കൈ ഓവർ ദ കോഴ്സ് ഓഫ് ദ ഇയർ? അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. റെവല്യൂഷൻ ഓഫ് ദ എർത്ത്. റെവല്യൂഷനും റൊട്ടേഷനും സെയിം ആണോ? നമുക്ക് നോക്കാം. എന്താണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു, എർത്ത് അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, അതായത് സ്വയമായിട്ട് ഇങ്ങനെ കറങ്ങുന്നു അല്ലെ, നമ്മളൊരു ഗ്ലോബ് തിരിച്ചു വിടുന്നത് പോലെ, ഗ്ലോബിനെ ഇങ്ങനെ കറക്കി വിടുന്നത് പോലെ നമ്മുടെ എർത്ത് സ്വയം അതിന്റെ ആ ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ, ഇറ്റ്സ് ഓൺ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത് അല്ലെ. എന്നാൽ റിവോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരു വസ്തുവിനെ ചുറ്റി നമ്മൾ ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ റിവോൾവ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതിപ്പം ആരെയാണ് എർത്ത് റിവോൾവ് ചെയ്യുന്നത്? നമ്മുടെ സണ്ണിനെയാണ് എർത്ത് റിവോൾവ് ചെയ്യുന്നത്. മനസ്സിലായോ? വൈൽ റൊട്ടേറ്റിംഗ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്, റൊട്ടേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്താണ് ചെയ്യുന്നത്? ദ എർത്ത് ഓൾസോ റിവോൾവ് അറൌണ്ട് ദ സൺ. നമ്മൾ ഗ്രേഡ് 6ൽ പഠിച്ചതാണ്. ദിസ് മൂവ്മെന്റ് ഈസ് ഡിഫറെന്റ് ഫ്രം റൊട്ടേഷൻ. റൊട്ടേഷനിൽ നിന്നും വ്യത്യാസമാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. റെവല്യൂഷൻ ഈസ് ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് എറൗണ്ട് അനദർ ഒബ്ജക്ട്. റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിവോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് എറൗണ്ട് അനദർ ഒബ്ജക്ട്. ഒരു ഒബ്ജക്റ്റിനെ ചുറ്റി ഇങ്ങനെ കറങ്ങുന്നതിനെയാണ് റെവല്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ആ ചുറ്റി കറങ്ങുന്ന ആ ഒരു പാത്ത് ഉണ്ടായിരിക്കും. സണ്ണ് നടുക്ക് നിൽക്കുന്നു, സണ്ണിന് ചുറ്റും ഇങ്ങനെ എർത്ത് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എർത്ത് സ്വന്തമായിട്ടും കറങ്ങുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇങ്ങനെ റിവോൾവും കൂടെ ചെയ്യുന്നുണ്ട്. ഈ പാത്തിന് നമ്മളൊരു പേര് പറയും. ഈ പാത്തിന് പറയുന്ന പേരാണ് ഓർബിറ്റ്. എന്താണ്? ഓർബിറ്റ്. മറന്നു പോവല്ലേ. ദ പാത്ത് ആൻ ഒബ്ജക്ട് ടേക്സ് വൈൽ റിവോൾവിംഗ് അറൌണ്ട് അനദർ ഒബ്ജക്ട് ഈസ് കോൾഡ് ഇറ്റ്സ് ഓർബിറ്റ്.
ക്ലിയർ ആയോ? നമ്മൾ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ വ്യൂഡ് ഫ്രം ദ ടോപ്പ് നമുക്ക് എങ്ങനെ തോന്നും? ദ ഓർബിറ്റ് ഓഫ് ദ എർത്ത് അറൌണ്ട് ദ സൺ ഈസ് നിയർലി സർക്കുലർ, ഒരു സർക്കുലർ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി ദ എർത്ത് കംപ്ലീറ്റ്സ് വൺ റെവല്യൂഷൻ, ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ, അതായത് എർത്തിന് ചുറ്റുമുള്ള ആ കറക്കം ഉണ്ടല്ലോ, അത് ആ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ അല്ല, റെവല്യൂഷൻ എടുക്കാൻ എത്ര സമയം എടുക്കും? 365 ഡേയ്സ് ആൻഡ് 6 അവേഴ്സ് എടുക്കും. മനസ്സിലായോ? എർത്ത് കംപ്ലീറ്റ്സ് വൺ റെവല്യൂഷൻ അറൌണ്ട് ദ സൺ ഇൻ അബൌട്ട് 365 ഡേയ്സ് ആൻഡ് 6 അവേഴ്സ്. അപ്പൊ എർത്ത് ഒരു സ്വന്തമായി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇറ്റ്സ് ഓൺ ആക്സിസ്, അത് എത്ര മണിക്കൂർ കൊണ്ടാണ് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കംപ്ലീറ്റ് ആവുന്നത്? നമ്മൾ പഠിച്ചു അല്ലെ, 24 അവേഴ്സ് ആണ് നമ്മൾ പഠിച്ചു. ഇനി എർത്ത് കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ, അതായത് സണ്ണിന് ചുറ്റുമുള്ള ആ ഒരു കറക്കം, അത് കംപ്ലീറ്റ് ആക്കാൻ എത്ര നാളാണ് പിടിക്കുന്നത്? 365 ഡേയ്സ് ആൻഡ് 6 അവേഴ്സ്. തമ്മിൽ തിരിഞ്ഞു പോവരുത്. ഇനി നമുക്ക് നോക്കാം ചേഞ്ചിങ് വ്യൂ ഓഫ് നൈറ്റ് സ്കൈ ഫ്രം ദ എർത്ത്. നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലെ, സ്റ്റാർസ് പല വർഷങ്ങളിലും കാണുന്ന സ്റ്റാർസ്, ചില മാസങ്ങളിൽ കാണുന്ന സ്റ്റാർസ് ഒക്കെ തന്നെ ഡിഫറെന്റ് ആയിരിക്കും എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. അതെന്താ കാരണം നിങ്ങൾക്കറിയാവോ? നമുക്കിപ്പം നമ്മൾ 2 തരത്തിലുള്ള എർത്തിന്റെ റൊട്ടേഷൻ ആണ് പഠിച്ചത് അല്ലെ. എന്താണ്? ഒന്നെന്ന് പറയുന്നത് എർത്ത് സ്വന്തമായിട്ട് ചുറ്റുന്നു. സ്വന്തമായിട്ട് ചുറ്റുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവുന്നു. നമ്മൾ ഒത്തിരി പഠിച്ചല്ലോ. ഇപ്പോൾ എവറി ഈവനിങ് എന്താണ്? സൺസെറ്റ് ഇൻ ദ വെസ്റ്റ്വേർഡ് ഡയറക്ഷൻ ആൻഡ് നൈറ്റ് സ്കൈ ബിക്കം വിസിബിൾ. നമ്മൾ പഠിച്ചതാണ്. ആ എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ രാത്രിയും രാവിലെ ആവുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചതാണ്. ഇനി എർത്ത് അങ്ങനെ മാത്രമാണോ കറങ്ങുന്നത്? അല്ല. എന്താണ്? എർത്ത് സണ്ണിന് ചുറ്റും ഇങ്ങനെ ഒന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ ആ ഒരു കറക്കം ഉണ്ടല്ലോ, അതിനെ നമ്മൾ റെവല്യൂഷൻ എന്ന് പറഞ്ഞത് അല്ലെ. റിവോൾവ് ചെയ്യുന്നുണ്ട് സണ്ണിന് ചുറ്റും. അപ്പോൾ അതെത്ര ദിവസമാണ് ഒരു കംപ്ലീറ്റ് ആ ഒരു റെവല്യൂഷൻ കഴിയണമെങ്കിൽ? ഒരു വർഷമാണ് അല്ലെ. 365 ഡേയ്സ് എന്ന് പറയുന്നത് ഒരു വർഷമല്ലേ. അപ്പൊ ഒരു വർഷം എടുക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ ഇങ്ങനെ അതിങ്ങനെ ചുറ്റി ഈ സണ്ണിന് ചുറ്റും ഇങ്ങനെ ചുറ്റുമ്പോൾ ഓരോ മാസം എത്തുമ്പോൾ അതിന് കാണുന്ന നമ്മൾ കാണുന്ന ആകാശത്തിലുള്ള നക്ഷത്രവും ആകാശ വ്യൂ എന്താണ്? വ്യത്യാസപ്പെട്ടിരിക്കും. മനസ്സിലായോ? ഇപ്പൊ നിങ്ങളൊരു ബിൽഡിങ്ങിന് ചുറ്റും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ട്രീയുടെ ചുറ്റും നിങ്ങൾ ഇങ്ങനെ റിവോൾവ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഓരോ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴും നമുക്ക് എന്താണ്? വ്യത്യസ്തമായ ആ ഒരു വ്യൂ ആണ് കാണുന്നത് അല്ലെ. ഇപ്പൊ ഇവിടെ നിന്ന് നോക്കുന്ന വ്യൂ ആയിരിക്കില്ല നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ, ഇവിടെ നിന്ന് നോക്കുന്ന വ്യൂ ആയിരിക്കില്ല നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ. അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യാണ്? സെപ്റ്റംബറിൽ കാണുന്ന സ്റ്റാർസ് ആയിരിക്കില്ല ഡിസംബറിൽ കാണുന്നത്, ഡിസംബറിൽ കാണുന്ന സ്റ്റാർസ് ആയിരിക്കില്ല മാർച്ചിൽ കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പറഞ്ഞത്? അതായത് ഈ എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ആ കാണുന്ന സ്റ്റാർസും ആകാശവും എല്ലാം തന്നെ എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. അപ്പോൾ ഓരോ ഇയറിലും നമ്മൾ കാണുന്ന ആ ഒരു നൈറ്റ് സ്കൈ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെന്റ് ആയിരിക്കും. ക്ലിയർ ആയോ? അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? നമുക്കൊരു ഫാസിനേറ്റിംഗ് ഫാക്ട് നോക്കാം. നമുക്കറിയാം പണ്ട് കാലത്ത് എന്താണ് ഇങ്ങനെ കാലാവസ്ഥ റിപ്പോർട്ടുകളോ ടിവിയോ ഒന്നുമില്ല. അപ്പൊ എങ്ങനെയാണ് കാലാവസ്ഥ ചേഞ്ച് ചെയ്യുന്നത്? അതായത് നമ്മുടെ സീസൺ ചേഞ്ച് ചെയ്യുന്നത്, നമ്മുടെ ഇതൊക്കെ എങ്ങനെയാണ്? അത് മൺസൂൺ വരുന്നുണ്ട്, റെയിൻ വരുന്നുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് കണ്ടെത്തിയിരുന്നത്? അതും ഇതുപോലെയുള്ള സ്കൈ നോക്കിയിട്ടൊക്കെയാണ് മനസ്സിലാക്കിയിരുന്നത്. ഇവിടെ ഒരു കമ്മ്യൂണിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ബിൽ ആൻഡ് പവാറ എന്ന് പറഞ്ഞ ഒരു ഇൻഡിജിനസ് കമ്മ്യൂണിറ്റി ആണ്. അവര് എങ്ങനെയായിരുന്നു? അവർ ടാപ്പി വാലി ഇൻ വെസ്റ്റേൺ ഇന്ത്യയിലുള്ള ഒരു കമ്മ്യൂണിറ്റി ആണ് കേട്ടോ. ഹു യൂസ്ഡ് ടു അപ്പിയർ സർട്ടൺ പാറ്റേൺസ് ഓഫ് ദ സ്റ്റാർസ് ഇൻ ദ സ്കൈ. ചില പാറ്റേൺ സ്റ്റാർസിന്റെ ചില പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ, ചില സമയങ്ങളിൽ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും മൺസൂൺ വരാറായി, റെയിൻ വരാറായി എന്നൊക്കെ അവർ കണ്ടെത്തും. അതായത് സ്റ്റാർസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതിനനുസരിച്ച് ഓരോ കാലാവസ്ഥ അവർക്ക് എന്താണ് മനസ്സിലാകും. ഓരോ എന്താണ് മഴ വരുന്നുണ്ട്, ഇനി നമുക്ക് കൃഷി ഇറക്കാം, അങ്ങനെയൊക്കെ അവർ അത് നോക്കിയിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്. ഇനി നമ്മൾ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. സീസൺസ് ഓൺ ദ എർത്ത്. കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും, ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഐ ഹാവ് നോട്ടീസ് ദാറ്റ് വി ഗോ ത്രൂ എ സൈക്കിൾ ഓഫ് സീസൺസ് എവറി ഇയർ. നമുക്കറിയാലോ ഓരോ ഇയറിലും നമുക്ക് ഓരോ സീസൺ മാറി മാറി വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സമ്മർ സീസൺ, വിന്റർ സീസൺ, റെയിനി, അങ്ങനെ വരുന്ന നമുക്ക് കണ്ടിട്ടില്ലേ? അപ്പൊ ഇത് എർത്തിന്റെ ആ റെവല്യൂഷനുമായിട്ട്, സണ്ണിന് ചുറ്റും എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ഈ കുട്ടി ചോദിക്കുന്നത്. നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട് വരാറുണ്ടോ? ഇനി ഈ ചാപ്റ്റർ ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഇതിങ്ങനെ ഓരോന്ന് ശ്രദ്ധിക്കണം കേട്ടോ.
ഐ ഹാവ് ഓൾസോ നോട്ടീസ് ദാറ്റ് ഡേയ്സ് ആർ ലോങ്ങർ ഇൻ സമ്മർ ദാൻ ഇൻ വിന്റർ. നമുക്കറിയാം സമ്മറിൽ ഡേയ്സ് അല്ലെ പകൽ കൂടുതലാണെന്ന് നമുക്കറിയാം വിന്ററിനേക്കാൾ. ഇങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇനി എന്താണ് നമുക്ക് അതിന്റെ കാരണം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഒരു കാര്യം അറിയാം, എർത്ത് എന്താണ്, അത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ, അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ സ്വന്തമായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്നും സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി ഈ റെവല്യൂഷൻ വെച്ച് നോക്കുമ്പോൾ എർത്തിന്റെ എർത്തിനൊരു ചെറിയൊരു ചരിവുണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ദ എർത്ത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ് നോട്ട് അപ്രൈറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ഓർബിറ്റ്. ആ ഓർബിറ്റ് വെച്ച്, നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നത് ആ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന റിവോൾവ് ചെയ്യുന്ന ആ പാത്തിനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നത്. അതിനെ വെച്ച് നോക്കുമ്പം എർത്തിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷന് ഒരു ചെറിയ ചരിവുണ്ട്. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? ചെറിയ ചരിവുണ്ട്. ഈ എർത്തിന്റെ ഈ ചരിവും അതുപോലെ തന്നെ എർത്തിന്റെ ഈ ഒരു ഷേപ്പും, എർത്തിന് എന്താണ്, ഒരു സ്പെറിക്കൽ ഷേപ്പ് ആണ് അല്ലെ. ഇതുകൊണ്ടാണ് നമുക്ക് പല ടൈപ്പിലുള്ള സീസൺസ് വരുന്നത്. പറഞ്ഞു തരാം. ദ ടിൽറ്റ് ഓഫ് ദ എർത്ത് ആക്സിസ് ആൻഡ് ദ സ്പെറിക്കൽ ഷേപ്പ് ഓഫ് ദ എർത്ത് ഗീവ്സ് റൈസ് ടു ദ സീസൺസ്. നമുക്ക് നോക്കാം. ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കിക്കേ. നിങ്ങൾക്ക് അറിയാമല്ലോ, എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എർത്തിന്റെ പൊസിഷൻ ഇങ്ങനെ മാറിയാണ് വരുന്നത് അല്ലെ. ഇത്രയും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കംപ്ലീറ്റ് റൊട്ടേഷൻ എടുക്കാൻ നമ്മൾ ഒരു വർഷം 365 ഡേയ്സ് 6 ഡേയ്സും ആണ് എടുക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോൾ ഡിഫറെന്റ് പൊസിഷൻ ഓഫ് ദ എർത്ത് വൈൽ റിവോൾവിംഗ് അറൌണ്ട് ദ സൺ, അതാണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കുക, ഓരോ മാസങ്ങൾ ഇവിടെ കൊടുത്തിരിപ്പുണ്ട്. നമുക്ക് ജൂണും ഡിസംബറും മാത്രം എടുത്തൊന്ന് നോക്കാം. ഇനി നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പിക്ചറിൽ നിന്ന് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? ഇത് സൺ ആണ്, ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോൾ. അതുപോലെ ഈ എർത്തിന്റെ നോർത്ത് പോൾ സൗത്ത്. എന്താണ് നോർത്ത് പോൾ സൗത്ത് പോൾ എന്നൊക്കെ പറയുന്നത്? ഇപ്പൊ എർത്തിനെ നിങ്ങൾ ഒരു ബോളായിട്ട്, ഒരു ഫുട്ബോൾ ആയിട്ട് കരുതുവാണെങ്കിൽ അതിനെ കറക്റ്റായിട്ട് അതിനെ 2 പീസ് ആക്കുന്ന നടുക്കൂടെ ഒരു വരയുണ്ട്. അതിനെ നമ്മൾ ഇക്വേറ്റർ എന്നാണ് പറയുന്നത്. ഇക്വേറ്ററിന്റെ മോൾ ഭാഗത്തുള്ള ഭാഗത്തിന് നമ്മൾ നോർത്ത് പോൾ എന്നും ഇക്വേറ്ററിന്റെ താഴെയുള്ളത് നമ്മൾ എന്താണ്, സൗത്ത് പോൾ എന്നാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ മതി ഇത്. ഓക്കെ, ഇനി അത് മറക്കത്തില്ലല്ലോ. ഇനി നിങ്ങൾ നോക്കുക, സണ്ണ് ഇതിങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ ചില ഭാഗങ്ങളിൽ ഒത്തിരി സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്, ചില ഭാഗങ്ങളിൽ, അതായത് അതിന്റെ ഓപ്പോസിറ്റ് ഭാഗം നോക്കുമ്പോൾ സൂര്യപ്രകാശം കുറവാണ് കിട്ടുന്നത്. കറക്റ്റ് അല്ലേ പറയുന്നത്? ഇപ്പൊ ജൂണിൽ എടുത്ത് നോക്കുക, ജൂണിന്റെ നോർത്ത് പോൾ എടുക്കുക. ഈ നോർത്ത് പോളിലാണ് കൂടുതലും എന്ത് കിട്ടുന്നത്, സൺറൈസ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള സദേൺ ഭാഗത്ത് എന്താണ്, കുറവ് സൺലൈറ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ കൂടുതലായിട്ടും സൺറൈസ് വരുമ്പോൾ ആ ഭാഗത്ത്, ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ എന്ത് കിട്ടുന്നുണ്ട്, അവിടെ സൺലൈറ്റ് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ചൂട് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ എന്താണ്, അവിടെ നമുക്ക് പറയാം അതൊരു സമ്മർ ആണ്. അവിടെ ആ നോർത്ത് പോളിൽ എന്താണ്, സമ്മർ ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇനി അതേസമയം നമ്മൾ ഡിസംബറിലോട്ടൊന്ന് നോക്കിക്കേ. ഡിസംബറിൽ നോക്കുമ്പോൾ നോർത്ത് അതിങ്ങനെ കറങ്ങുന്നുണ്ടല്ലോ, സ്വന്തമായും ചുറ്റുന്നുണ്ട്. കണ്ടോ, സ്വന്തമായും ചുറ്റുന്നുണ്ട്, ഇതിന് ചുറ്റും റിവോൾവും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഡിസംബറിൽ എത്തുമ്പോൾ എന്താണ്, നോർത്ത് പോളില് എന്താണ്, കുറവ് സൺലൈറ്റ് ആണ് കിട്ടുന്നത്. അതേസമയം ഈ സദേൺ ഭാഗത്താണ് സൺലൈറ്റ് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പൊ നോർത്ത് പോളിൽ എന്തായിരിക്കും, സമ്മർ ആയിരിക്കോ വിന്റർ ആയിരിക്കോ? വിന്റർ ആയിരിക്കും. കാരണം സൺലൈറ്റ് കുറവുള്ള സമയത്താണ്. അപ്പൊ അവിടെ ചൂട് കുറവാണ്. നമുക്ക് ചൂട് കുറവ് കിട്ടുന്ന എപ്പോഴാണ്, വിന്ററിലാണ്. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ് വരുന്നത്, വിന്റർ ആണ് വരുന്നത്. അതെന്തുകൊണ്ടാണ്, ഈ ഒരു റൊട്ടേഷൻ കൊണ്ടാണ്. ക്ലിയർ? ടെക്സ്റ്റ് നോക്കാം. ഇൻ ജൂൺ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഈസ് ടിൽറ്റഡ് ടുവാർഡ്സ് ദ സൺ വൈൽ ദ സദേൺ ഹെമിസ്ഫിയർ ഈസ് ടിൽറ്റഡ് എവേ ഫ്രം ദ സൺ. നമുക്കറിയാലോ, ഫിഗർ നോക്കിയാൽ മതി. നിങ്ങൾ നോക്കിയേ. ഒന്നാമത് ഇത് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചോടെ, ഇത് കറക്റ്റ് നേരെ അല്ല ഇരിക്കുന്നത്. എർത്ത് എന്താണ്, ഒരു ഇങ്ങനെ ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കുറച്ച് ഭാഗം നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ കുറച്ച് ഭാഗം സണ്ണിന്റെ നേരെയാണ് ഇരിക്കുന്നത്. അതേസമയം അതിന്റെ ഓപ്പോസിറ്റ്, അതായത് സദേൺ ഹെമിസ്ഫിയർ എന്താണ്, ടിൽറ്റഡ് എവേ ഫ്രം ദ സൺ ആണ്. ഓക്കെ, ആ സീൻ ഇൻ ഫിഗർ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. എ ഗിവൺ എമൗണ്ട് ഓഫ് സൺറൈസ് ആർ സ്പ്രെഡ് ഇൻ എ സ്മോൾ ഏരിയ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെ. ഈ ഒരു ഭാഗത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ സ്മോൾ ഏരിയയിലോട്ട് എന്താണ്, ഒരുപാട് സൺലൈറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തിനേക്കാൾ, നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിനേക്കാൾ. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ സ്പെറിക്കൽ ഷേപ്പ് ഓഫ് ദ എർത്ത് സർഫസ്. സോ ദാറ്റ് ഏരിയ എന്താണ്, ഈസ് ഹീറ്റഡ് മോർ.
ഇനി ഫർദർ ദ നോർത്തേൺ ഹെമിസ്ഫിയർ റിസീവ് സൺലൈറ്റ് ഫോർ മോർ ദാൻ 12 അവേഴ്സ് ഇൻ ജൂൺ. അപ്പൊ അവിടെ എന്താണ്, മോർ ദാൻ 12 അവേഴ്സ് അവിടെ എന്ത് നമുക്ക് കിട്ടുന്നു, സൺലൈറ്റ് കിട്ടുന്നു. സോ ദാറ്റ് ദ നോർത്തേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസസ് മോർ ഇന്റൻസ് സൺലൈറ്റ്. അതായത് അവിടെ കൂടുതലായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്നുണ്ട്. വിച്ച് ലാസ്റ്റസ് ഫോർ ലോങ്ങർ ടൈം അത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. കോസിംഗ് ദ, അതുകൊണ്ട് അവിടെ എന്താണ്, സമ്മർ സീസൺ ആണ് നമുക്ക് പറയാം. ക്ലിയർ ആയോ? ഓക്കെ. ഇൻ ഡിസംബറില് സിറ്റുവേഷൻ എന്താകും, ഓപ്പോസിറ്റ് ആകും. ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയറിൽ അതെന്താണ്, ഇറ്റ് എക്സ്പീരിയൻസസ് വിന്റർ സീസൺ ആണ്. അവിടെ സൺലൈറ്റ് അതുകൊണ്ട് എന്താണ്, ഷോർട്ടർ ടൈമിലാണ്, കുറച്ച് നേരവേ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്, വിന്റർ സീസൺ ആണെന്ന് നോർത്തേൺ പോളിലെന്ന് പറയാം. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഈ പിക്ചർ നോക്കാം. ഇത് കാണുമ്പോൾ ഒരുപാട് പ്രയാസമായിട്ട് തോന്നും. പൊതുവെ ഈ ചാപ്റ്റർ എന്താണ്, പല കുട്ടികൾക്കും കുറച്ച് പ്രയാസമായിട്ടാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ നമുക്കിത് പഠിക്കാതിരിക്കാൻ പറ്റുമോ? നമുക്കിത് എക്സാമിന് എഴുതണം അല്ലേ? എക്സാമിന് എഴുതുക മാത്രമല്ല, നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ എങ്ങനെയാണ് ഈ സൺറൈസ് വരുന്നത്, എങ്ങനെയാണ് സീസൺ മാറുന്നത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. ഓക്കെ. അപ്പൊ പ്രയാസമാകുന്ന ചാപ്റ്ററിന് എന്ത് ചെയ്യുക, നിങ്ങൾ ചലഞ്ച് ചെയ്യുക. ആ ചാപ്റ്ററിനോട് നിങ്ങളൊരു ചലഞ്ച് വെക്കുക. ഇതെനിക്ക് ഒരു പ്രയാസമില്ല, ഞാൻ പഠിക്കും, എനിക്കിത് ഈസി ആണ് എന്ന് വെച്ച് നിങ്ങൾ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അതേസമയം പ്രയാസമാണ്, ഇതെനിക്ക് വളരെ ടഫാണെന്ന് വിചാരിച്ച് നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഈ ചാപ്റ്റർ മൊത്തം നിങ്ങൾക്ക് ടഫായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, നിങ്ങൾക്ക് മനസ്സിലാകത്തുമില്ല. ഓക്കെ. അപ്പൊ എന്താണ്, നമ്മൾ ചലഞ്ച് ചെയ്യാണ്, നമ്മൾ ഈ ചാപ്റ്ററിനെ ചലഞ്ച് ചെയ്യാണ്. എനിക്കിതൊക്കെ വളരെ നിസ്സാരമാണ്, എനിക്ക് വളരെ എളുപ്പമാണ്, ഞാൻ ഇതൊക്കെ പഠിക്കും എന്ന്, എനിക്ക് അത്രയ്ക്ക് ബുദ്ധിയുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ പഠിക്കാനിരിക്കുക. ക്ലിയർ? ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. സെയിം പിക്ചറിൽ തന്നെ രണ്ട് ഭാഗങ്ങൾ എടുത്തിരിക്കുകയാണ്. ഒന്ന് ജൂൺ മാസത്തിലെ, അതുപോലെ തന്നെ ഡിസംബർ മാസത്തിലെ. നമുക്കറിയാം എന്താണ്, എർത്ത് കുറച്ച് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ഓക്കെ. ഇവിടെ സണ്ണുണ്ട്. അപ്പോൾ നോർത്ത് പോള് നിങ്ങൾ കാണുന്നുണ്ട്. അതിന്റെ കുറച്ച് ഭാഗമായി എന്താണ്, സണ്ണിന് നേരെ നിൽക്കുന്നു. അതിന്റെ ഓപ്പോസിറ്റ് സദേൺ ഭാഗം എന്താണ്, അത് സൺലൈറ്റിൽ നിന്ന് എവേ ആയിട്ടാണ് നിൽക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ജൂൺ നോക്കാം. ജൂണിന്റെ കാര്യം നോക്കുമ്പോൾ ഈ ഒരു ഭാഗം കണ്ടോ നിങ്ങൾ, ആ ഒരു സണ്ണിന് നേരെ, ഇവിടെ സണ്ണുണ്ട്, സണ്ണിന് നേരെ ഇരിക്കുന്ന അതിന്റെ കുറച്ച് ഭാഗം, ചെറിയ പ്രദേശങ്ങൾ, ഇവിടെയുള്ള ആ പ്രദേശത്തിന്, ആ ഒരു സ്ഥലത്ത്, മനസ്സിലായോ? സെയിം എമൗണ്ട് ഓഫ് സൺറൈസ് ആർ സ്പ്രെഡ് ഇൻ സ്മോൾ ഏരിയ ഇൻ ദിസ് ഹെമിസ്ഫിയർ, ഹെൻസ് ദേ ആർ മോർ ഇന്റൻസ്. അതായത് ആ സ്മോൾ ഏരിയയിലോട്ട് നന്നായിട്ട് കൂടുതലായിട്ട് സൺലൈറ്റ് വരുന്നുണ്ട്. ഒരു സ്മോൾ ഏരിയ, ഇപ്പൊ നിങ്ങളൊരു ടോർച്ച് എടുത്ത് നിങ്ങളൊരു സ്മോൾ ഏരിയയിലോട്ട് ഇങ്ങനെ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ എന്താണ്, ആ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് കാണും അല്ലെ? അതേസമയം നിങ്ങൾ കുറച്ച് വൈഡ് ആയിട്ട് അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും അതിന്റെ ആ ഒരു പ്രകാശം വരുന്നതായിട്ട് കാണും. പക്ഷെ എന്താണ്, ആ ഒരു ലൈറ്റ് ഇച്ചിരി കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതേസമയം നല്ല ഇന്റൻസ് ആയിട്ട് അടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്മോൾ ഏരിയ മാത്രം വെക്കുകയാണെങ്കിൽ എന്താണ്, അവിടെ വളരെ ഇന്റൻസ് ആയിട്ട് ലൈറ്റ് വരുന്നതായിട്ട് തോന്നും. അതുപോലെ തന്നെയാണ് ഈ സണ്ണിന്റെ നേരെ കാണുന്ന ആ ഭാഗം, ആ സ്മോൾ ഏരിയയിൽ എന്താണ്, സൺറൈസ് വളരെ ഇന്റൻസ് ആയിട്ട് തോന്നും. അതേസമയം അതിന്റെ ആ ഒരു അപ്പുറത്തോട്ട് കുറച്ച് മാറിയായിട്ട് ഇതാ ഇങ്ങോട്ട് എങ്ങനെ ആയിരിക്കും, ആ സ്പ്രെഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ലാർജർ ഏരിയയിലോട്ട് വരും തോറും ഇന്റൻസിറ്റി എന്ത് ചെയ്യും, ആ ഒരു തീവ്രത ഉണ്ടല്ലോ, ആ ഒരു സൺലൈറ്റ് എന്തായിരിക്കും, ഇന്റൻസിറ്റി കുറവായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. പൊതുവെ പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, ഈ ഒരു നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്ത് കിട്ടുന്നു, സൺലൈറ്റ് കൂടുതൽ കിട്ടുന്നു, ഈ ഭാഗത്ത് സൺലൈറ്റ് കുറവാണ് കിട്ടുന്നത്. അപ്പൊ സൺലൈറ്റ് കൂടിയ ഭാഗത്തിന് എന്താണ് നമ്മൾ പറയുന്നത്, അവിടെ സമ്മർ സീസൺ ആണ് നമ്മൾ പറയുന്നത്. ക്ലിയർ? ഓക്കെ. ഇനി നമുക്ക് അതേ ഭാഗം നമുക്ക് ഡിസംബറിലോട്ട് നമ്മൾ പോവാണ്. ഡിസംബറിലോട്ട് പോകുമ്പോൾ ഈ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എർത്തിന്റെ ഏത് ഭാഗമാണ് സണ്ണിന് നേരെ വരുന്നത്, എർത്തിന്റെ സദേൺ ഭാഗമാണ്. നോർത്ത് പോൾ എന്ത് ചെയ്തു, ഇപ്പുറത്തോട്ടാണ് വരുന്നത്. ഓക്കെ. അപ്പൊ അവിടെ എന്താണ്, അവിടെ സൺലൈറ്റ് കുറവാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ സണ്ണിൽ നിന്ന് എവേ ആയതുകൊണ്ട് ഈ ഭാഗത്ത് എന്തായിരിക്കും, വിന്റർ ആയിരിക്കും. ഇനി ഈ ഭാഗത്തെ കാര്യം നോക്കാം. സെയിം എമൗണ്ട് ഓഫ് സൺറൈസ് ആർ സ്പ്രെഡ് ഇൻ ദ സ്മോളർ ഏരിയ. ഇവിടെ അത് തന്നെ ആയിരിക്കും. സ്മോളർ ഏരിയയിലോട്ട് വരുമ്പോൾ അവിടെ ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. അതേസമയം അതിൽ നിന്ന് കുറച്ച് അകന്ന് നിൽക്കുമ്പോൾ അവിടെ സൺറൈസ് എന്താണ്, ഇന്റൻസിറ്റി കുറവായിരിക്കും. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ഇമേജ് നോക്കിക്കേ നിങ്ങൾ. അടുത്ത പിക്ചർ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചില മാസങ്ങളിൽ അല്ലെങ്കിൽ ചില സീസണിൽ എന്താണ്,
പകൽ വളരെ കൂടുതലായിരിക്കും, രാത്രി കുറവായിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചോ, ഇതാണ് നമ്മുടെ എർത്ത് അല്ലെ. എർത്ത് ഇങ്ങനെ ഹാഫ് ആയിട്ട് ഇങ്ങനെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇതിന്റെ ഒരു മുകൾ ഭാഗം എന്താണ്, നോർത്തേൺ ആണ്, താഴ്ഭാഗം സദേൺ ആണ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ചരിഞ്ഞാണ് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കുറച്ച് ഭാഗങ്ങളിൽ, നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ തന്നെ കുറച്ച് ഭാഗങ്ങളിലും സദേൺ ഹെമിസ്ഫിയറിന്റെ കുറച്ച് ഭാഗങ്ങളിൽ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ അല്ലേ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ സൺറൈസ് വരുന്ന ഈ നന്നായിട്ട് വരുന്ന ഭാഗം, പ്രദേശങ്ങൾ നിങ്ങൾ നോക്കിക്കേ. ഇത് തന്നെ നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ ഈ ഇത്രയും ഭാഗത്ത് നമുക്ക് കൂടുതലായിട്ടും എന്ത് കിട്ടുന്നുണ്ട്, സൺറൈസ് ആണ് കൂടുതൽ കിട്ടുന്നത്. ഈ ഭാഗം ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടാണ് കൂടുതൽ സൺലൈറ്റ് വരുന്നത്. ഇവിടെ കുറച്ച് ഭാഗത്തെ ആ ഒരു സൺലൈറ്റ് വരുന്നുള്ളൂ. അതായത് ആ റൊട്ടേഷൻ ആണ് ഈ പറയുന്നത്. ഇതിന്റെ സ്വന്തമായിട്ടുള്ള റൊട്ടേഷൻ നോക്കുമ്പോൾ ഇവിടെ എന്താണ്, പകല് വളരെ കൂടുതലാണ്. അതായത് നമുക്ക് സൺലൈറ്റ് ഒരു 24 അവേഴ്സിൽ 12 അവേഴ്സ് നമുക്ക് സൺലൈറ്റ് കിട്ടുന്നുണ്ട്. കുറച്ച് ഭാഗത്ത് കുറച്ച് മാത്രമേ ഉള്ളൂ രാത്രി കിട്ടുന്നത്. അപ്പൊ ഇവിടെ എന്താണ് കൂടുതൽ, പകല് കൂടുതലാണ്. അതേസമയം ഈ താഴോട്ട് വരുന്ന ആ ഭാഗം നിങ്ങൾ കണ്ടോ, ആ ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ രാത്രിയല്ലേ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണപ്പെടുന്നത്, അതേസമയം പകല് കുറവല്ലേ കാണുന്നത്. അതായത് എന്താണ്, പ്ലേസ് ഇൻ ദിസ് ഹെമിസ്ഫിയർ, അവിടെ എന്താണ്, ഡാർക്ക്നെസ് ഫോർ മോർ ദാൻ 12 അവേഴ്സ്, ഡാർക്ക്നെസ് ആണ് കൂടുതൽ ഒരു 24 അവേഴ്സ് എടുത്തു നോക്കിയാൽ. ക്ലിയർ? ഇനി അതുപോലെ തന്നെ നമുക്ക് ഡിസംബറിലോട്ട് പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും, ഇതിന് മോൾ ഭാഗം നമ്മൾ ഈ പറഞ്ഞ ഇവിടെ നേരെ തിരിച്ചായിരുന്നു, ഇവിടെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ട് വരും. ആ ഭാഗത്ത് എന്താണ്, ഈ ഭാഗം നോക്കിക്കേ നിങ്ങൾ. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ സൺലൈറ്റ് കുറവാണല്ലേ, കൂടുതലും എന്താണ്, നൈറ്റ് ആണ് കാണപ്പെടുന്നത്. സൺലൈറ്റ് കുറവുള്ള ഭാഗത്ത് എന്താണ്, നൈറ്റ് ആണ് കാണപ്പെടുന്നത്. അപ്പൊ അവിടെ എന്താണ്, ഡാർക്ക്നെസ് ആണ് മോർ ദാൻ 12 അവേഴ്സും കാണപ്പെടുന്നത്. ഓക്കെ, നമുക്കിത് റൊട്ടേഷൻ, എർത്തിന്റെ റൊട്ടേഷൻ ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അതേസമയം അതിന്റെ ഈ ഭാഗം നോക്കിക്കേ, എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സൺലൈറ്റ് എന്താണ്, ഈ ഭാഗത്ത് എന്തായിരിക്കും, മോർ ദാൻ 12 അവേഴ്സും നമുക്ക് സൺലൈറ്റ് കിട്ടുന്നു. കുറച്ച് മാത്രമേ ഉള്ളൂ നമുക്ക് നൈറ്റ് കിട്ടുന്നത്. ക്ലിയർ? അപ്പൊ എന്താണ്, ആ സമയം അവിടെ എന്താണ്, കൂടുതലായിട്ടും പകൽ അനുഭവപ്പെടുന്നു, രാത്രി കുറവായിരിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ലോങ്ങർ ഡേ ടൈം ഇൻ ജൂൺ, ഷോർട്ടർ ഡേ ടൈം ഇൻ ഡിസംബർ. അതുകൊണ്ടാണ് നമുക്ക് ഡിസംബറിൽ ഷോർട്ടർ ഡേ ടൈം ആയിട്ടും ജൂണില് ലോങ്ങർ ഡേ ടൈം ആയിട്ടും മനസ്സിലാക്കുന്നത്. ഇനി എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദ സീസൺസ് ആൻഡ് ലെങ്ത് ഓഫ് ഡേ ടൈം. നമ്മളിപ്പോ കണ്ടു അല്ലെ, സീസൺ ഡേയും കണ്ടു, ലെങ്ത് ഓഫ് ഡേ ടൈമും കണ്ടു. അത് റിവേഴ്സ് ആയിരിക്കും ഇൻ സദേൺ ഹെമിസ്ഫിയർ, നോർത്തേൺ ഹെമിസ്ഫിയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. നമ്മളിപ്പോ ഈ പിക്ചറിൽ തന്നെ കണ്ടു അല്ലെ, ഈ ഭാഗം നമുക്ക് നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ജൂണിൽ എന്തായിരിക്കും, സമ്മർ ആയിരിക്കും. അപ്പോൾ സദേണിൽ എന്തായിരിക്കും, വിന്റർ ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു നമ്മുടെ ഡേ ടൈമിന്റെ ടൈം 12 അവേഴ്സ് കൂടുതൽ കിട്ടുന്നത് ചിലപ്പോൾ എവിടെയാണ് കൂടുതൽ, നോർത്തേണിലാണ്. അതേസമയം അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും സദേണിൽ കിട്ടുന്നത്. ക്ലിയർ ആയോ? ഇവിടെ നോക്കിക്കേ, ഇവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ, 2 ഇൻകറക്റ്റ് റീസൺ. 2 ഇൻകറക്റ്റ് റീസൺ ഉണ്ട് എപ്പോഴും സീസൺ പറയുന്നു. അതായത് സീസൺ ഉണ്ടാകാൻ കാരണം പറയുന്ന, സീസൺ ഉണ്ടാകാൻ എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന 2 ഇൻകറക്റ്റ് ആയിട്ടുള്ള റീസൺ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള റീസൺ എന്ന് നമ്മളിപ്പോൾ ഇത്രയും നേരം പഠിച്ചു കേട്ടോ. അപ്പൊ എന്താണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള റീസൺ? വെൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ടിൽ ടുവേർഡ്സ് ദ സൺ, ഇറ്റ് ഈസ് ക്ലോസർ ടു ദ സൺ. എന്താണ്, ഇങ്ങനെ നിൽക്കുമ്പോൾ സണ്ണുമായിട്ട് ഇങ്ങനെ ദൂരം, സണ്ണുമായിട്ടുള്ള ഡിസ്റ്റൻസ് വളരെ അടുത്തായതുകൊണ്ടാണ്, ക്ലോസർ ടു ദ സൺ ആയതുകൊണ്ടാണ് അവിടെ സീസൺ മാറി വരുന്നത് എന്ന് ഒരു തെറ്റായിട്ടുള്ള ഒരു റീസൺ ആണ്. അടുത്തൊരു റീസൺ എന്താണ്, ദ ഓർബിറ്റ് ഓഫ് ദ എർത്ത്. എർത്ത് സണ്ണിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്ന ആ പാത്താണല്ലോ ഓർബിറ്റ് എന്ന് പറയുന്നത്. ആ ഓർബിറ്റ് എന്താണ്, ഓവൽ ഷേപ്പിലായതുകൊണ്ട് സൺ സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ്ഡ് from its center, so the earth is at different distance from the sun over the year. ഓരോ ഇയറിലും അതുകൊണ്ട് എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്, ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് എന്താണ് സീസൺ ഉണ്ടാവുന്നതെന്നാണ് ഒരു റീസൺ പറയുന്നത്. എന്നാൽ ഇത് രണ്ടും തെറ്റാണ്. സത്യത്തിൽ എന്താണ് നമ്മൾ പഠിച്ചു, നമ്മുടെ ആ ഒരു എർത്ത് എന്ന് പറയുന്നത് കുറച്ച് ചരിഞ്ഞാണല്ലേ ഇരിക്കുന്നത്, ടിൽറ്റഡ് ആണ് അല്ലെ. അപ്പൊ എന്താണ്, അതുകൊണ്ടാണ് ആ ഒരു ചരിഞ്ഞ ഭാഗം
സണ്ണിന് നേരെ വരുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് വേറൊരു സീസൺ വരുന്നത്. അതുകൊണ്ടാണ് സീസൺ എന്ത് ചെയ്യുന്നത്, മാറി മാറി വരുന്നത്. ഒരിക്കലും അതൊരു ഡിസ്റ്റൻസ് കൊണ്ടല്ല. ഓക്കെ, അങ്ങനെ നോക്കുവാണെങ്കിൽ ദ ഡിഫറൻസ് ഇൻ ദ ഡിസ്റ്റൻസ് ഈസ് in either of these cases is very small and these are not the reason why the season occur on the earth. നമ്മൾ നോക്കുവാണെങ്കിൽ എർത്ത് വളരെ സണ്ണുമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് ജനുവരിയിലാണ്. അങ്ങനെയാണെങ്കിൽ ജനുവരിയിൽ നമുക്ക് സമ്മർ സീസൺ ആണോ? അല്ല, നമുക്ക് എന്താണ്, വിന്ററിന്റെ ഒരു തണുത്ത ഒരു സമയമാണ് ജനുവരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്താണ് കൺക്ലൂഡ് ചെയ്യേണ്ടത്? കൺക്ലൂഡ് ചെയ്യേണ്ടത് ഒന്നുമില്ല, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എർത്തും ആ ഒരു സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ല ഇവിടെ, അതായത് എർത്തിന്റെ തൊട്ടടുത്ത് സണ്ണിൽ നിൽക്കുന്നത് കൊണ്ടാണ് സീസൺ മാറുന്നത്, അതല്ല ഇവിടെ. എന്താണ്, നമ്മൾ ആ ഒരു എർത്തിങ്ങനെ ചരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അതിന്റെ ഒരു ഭാഗത്ത് സൺറൈസ് കൂടുതലായിട്ട് അടിക്കുന്നു, ഓപ്പോസിറ്റ് ഭാഗത്ത് അത് കുറവാണ്. അങ്ങനെയാണ് സീസൺ മാറുന്നത്, ഒരിക്കലും ഡിസ്റ്റൻസ് അല്ല. ഓക്കെ, ഇനി അടുത്ത ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇവിടെ നമുക്ക് കുറച്ച് ഡേ ആണ് നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്, കുറച്ച് സ്പെഷ്യൽ ഡേയ്സ്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഇൻ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ദ ലോങ്ങസ്റ്റ് ഡേ ഒക്കർ അറൌണ്ട് 21 ജൂൺ. 21 ജൂണിലൊക്കെ ആകുമ്പോഴാണ് എന്ത് ലോങ്ങസ്റ്റ് ഡേ, അതായത് പകല് കൂടുതലായിട്ട് വരുന്നത്. ഇതിനെ നമ്മൾ സമ്മർ സോളിസ്റ്റിസ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ആഫ്റ്റർ ദ സമ്മർ സോൾസ്റ്റിസ്, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ദ ഡ്യൂറേഷൻ ഓഫ് ദ ഡേ എന്ത് ചെയ്യും, കുറഞ്ഞു വരാൻ തുടങ്ങും. അതായത് നമുക്കറിയാം പകല് കുറഞ്ഞ് രാത്രി കൂടുതലായിട്ട് വരും. അപ്പൊ ഏറ്റവും പകല് കുറഞ്ഞത്, അതേസമയം ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള നൈറ്റ് വരുന്നത് എപ്പോഴാണ്? 22 ഡിസംബർ ആ ഒരു സമയത്താണ്. അപ്പൊ ഇതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഇതിനെ വിന്റർ സോൾസ്റ്റിസ് എന്നാണ് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അറൌണ്ട് 21 മാർച്ചിലും അല്ലെങ്കിൽ 23 സെപ്റ്റംബറിലും എന്താണ് സംഭവിക്കുന്നത്? ഡേ ടൈം ലാസ്റ്റസ് ഫോർ 12 അവേഴ്സ്. അതായത് 24 അവേഴ്സിൽ 12 അവേഴ്സ് ഡേ ടൈമും 12 അവേഴ്സ് നൈറ്റും, അതായത് സെയിം ആയിട്ട് വരുന്നു. അങ്ങനെയുള്ള ദിവസമാണ് മാർച്ച് 21, സെപ്റ്റംബർ 23. ഇതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഇതിനെ നമുക്ക് ഓട്ടം ഇക്വിനോക്സ് എന്ന്, ദീസ് ഡേയ്സ് ആർ ഓൾസോ കോൾഡ് സ്പ്രിംഗ് ആൻഡ് ഓട്ടം ഇക്വിനോക്സ് എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയോ? ഇത് കുറച്ച് ഡേയ്സ്, സ്പെഷ്യൽ ഡേയ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു ഫാസിനേറ്റിംഗ് ഫാക്ട് നിങ്ങൾ നോക്കിക്കേ. അറ്റ് ദ നോർത്ത് പോളിൽ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ഡയറക്ഷൻ ഓൺ ഇക്വിനോക്സ്. അതായത് മാർച്ച് 21 ഇക്വിനോക്സ് ഡേയിൽ സൺ റൈസസ് ചെയ്യും ഇൻ ദ ഈസ്റ്റ് ഡയറക്ഷൻ. എന്നിട്ട് ഇത് സൺ സെറ്റ് ചെയ്യില്ല, അതായത് സൂര്യൻ അസ്തമിക്കില്ല, അവിടെ പകലായിരിക്കും. എത്ര നാള്? റിമൈൻസ് കണ്ടിന്യൂസ്ലി ഇൻ ദ സ്കൈ ഫോർ 6 months. അവിടെ എന്താണ്? രാത്രിയേ ഇല്ല, പകല് മാത്രമാണ്. സൺ സെറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? 22 സെപ്റ്റംബറിലാണ് സൺ സെറ്റ് ആവുന്നത്. അപ്പൊ ഇതിന് എക്സാക്ട് ഓപ്പോസിറ്റ് ആയിരിക്കും സൗത്ത് പോളിൽ നടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ പോളാർ റീജിയണിൽ എക്സ്പീരിയൻസസ് കണ്ടിന്യൂസ് സൺലൈറ്റ് ഫോർ 6 months ഫോളോഡ് ബൈ 6 month പീരീഡ് ഓഫ് ഡാർക്ക്നെസ്. അപ്പൊ പോളാർ റീജിയണിൽ എങ്ങനെയാണ്? കണ്ടിന്യൂസ് ആയിട്ട് സൺഷൈൻ ആയിരിക്കും, അതായത് ഡേ ടൈം ആയിരിക്കും, നൈറ്റേ ഇല്ല. അത് കഴിഞ്ഞുള്ള 6 months എന്തായിരിക്കും? ഡാർക്ക്നെസ് ആയിരിക്കും. ഇൻട്രസ്റ്റിംഗ് ആണ് ഈ കാര്യങ്ങളൊക്കെ, അല്ലേ? ഇനി നമ്മൾ ഇത്രയും നേരം നോർത്തേൺ ഹെമിസ്ഫിയറിന്റെയും സദേൺ ഹെമിസ്ഫിയറിലെയൊക്കെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇക്വേറ്റർ നമുക്കറിയണ്ടേ? ഇക്വേറ്റർ, ആ നടുക്കുള്ള ആ ഇക്വേറ്റർ ഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത്? അവിടെ 12 hours സൺലൈറ്റും 12 hours ഡാർക്ക്നെസ്സും ആണ് ആ ഒരു പ്രദേശത്ത് കിട്ടുന്നത്. അതായത് കറക്റ്റ് ആയിട്ട് 24 hours 12 hours എന്താണ് സൺലൈറ്റും 12 hours ഡാർക്ക്നെസ്സും ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ആ ഒരു സൺറൈസ് ഫോൾ, ഇക്വേറ്ററിന് അടുത്തുള്ള ആ സ്ഥലങ്ങളിലൊക്കെ സൺറൈസ് വരുന്നത് എന്താണ്? വളരെ ഇന്റൻസിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ ആ മാസങ്ങളിൽ എന്താണ്? വളരെ കുറവായിരിക്കും. ദർ ഇസ് എ ലിറ്റിൽ ഡിഫറൻസ് ഇൻ ദ ഇന്റൻസിറ്റി ഓഫ് ദ സൺറൈസ് ഫോളിംഗ് ഓൺ ദ ഇക്വേറ്റർ ഇൻ ഡിഫറെന്റ് മന്ത്സ്. ക്ലിയർ? Thus, for the southern states of India that lie closer to the equator, അതായത് ഇക്വേറ്ററിന് അടുത്ത് കിടക്കുന്ന സദേൺ സ്റ്റേറ്റ്സ്, ഇന്ത്യയുടെ സദേൺ സ്റ്റേറ്റ്സിൽ സീസൺസിന്റെ ആ ഒരു എഫക്റ്റ് എന്താണ്? വളരെ പ്രോമിനന്റ്, നോട്ട് വെരി പ്രോമിനന്റ്. ഓക്കെ, മനസ്സിലായോ? അത്ര വലിയ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കില്ല. അതെന്തുകൊണ്ടാണ്? കാരണം കറക്റ്റ് ആയിട്ട് ആ ഒരു 12 hours സൺലൈറ്റ് 12 hours ഡാർക്ക്നെസ് ഒക്കെ വരുന്നത് കൊണ്ട്. ഇനി അതർ എഫക്റ്റ്, ഇനി ഇത് മാത്രമാണോ സീസണിന്റെ കാരണം? ഈ റൊട്ടേഷനും ഈ ടിൽറ്റും ഒക്കെ മാത്രമാണോ? അല്ല. സച്ച നമ്മുടെ ലോക്കൽ ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സും ഓഷ്യന്റെ പ്രോക്സിമിറ്റി ടു ഓഷ്യൻസ് ഓർ സീസ്, ഇതെല്ലാം തന്നെ നമ്മുടെ ഈ ഒരു എന്താണ്
ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇൻഫ്ലുവൻസസ് ദ ബ്രോഡർ പാറ്റേൺ സീൻ ഇൻ 2 ഹെമിസ്ഫിയേഴ്സ്. ക്ലിയർ ആയോ? അതൊക്കെ നമ്മൾ സോഷ്യൽ സയൻസിൽ പഠിക്കാറുണ്ട്. ക്ലിയർ? അപ്പോൾ ഇത്രയും തന്നെ പഠിച്ചപ്പോൾ തന്നെ നിങ്ങൾ ആകെ എർത്ത് പോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇന്ന് ഇത് നിർത്താം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എക്ലിപ്സസ് ഒക്കെ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾ മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് അറിയണ്ടേ, കാരണം ഇത് ഇത്രയൊരു ഈ ഒരു ചാപ്റ്റർ ടഫായിട്ട് തോന്നുന്നത് കൊണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. മനസ്സിലായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക്